Discover, learn, achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Palapuram and Lakshmi Narayana Junior School, Ottapalam. വലിയ അപകടം ഒഴിവാക്കാൻ നഗരസഭ ഭരണസമിതി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ബിജെപി. ഒറ്റപ്പാലം നഗരസഭ പഴയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭ തയ്യാറാവണമെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരാത്തുടി. ദിനംപ്രതി 3000-ലധികം ആളുകളെത്തുന്ന സ്റ്റാൻഡിൽ ആളുകളുടെ ജീവന് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് അത്രയും ജീർണിച്ച അവസ്ഥയിലാണ് ആ ബിൽഡിംഗ് നിലനിൽക്കുന്നത്. ഒറ്റപ്പാലം എന്ന് പറഞ്ഞ ടൗണിൽ ഏകദേശം ഒരു 3000-ഓളം പേര് ഒരു ദിവസം വന്നു പോകുന്ന ഒരു ഇടമാണ് ഒറ്റപ്പാലം നഗരസഭ സ്റ്റാൻഡ്. അപ്പോൾ ഇത് ആരുടെയും മേലെ ഇടിഞ്ഞു വീണ് കഴിഞ്ഞ് ആർക്കെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ വാദങ്ങൾ കൊണ്ടൊന്നും നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത നഗരസഭയുടെ ഭരണസമിതി കാണിക്കണം. വ്യാപാരികൾക്ക് താങ്ങാൻ കഴിയാവുന്ന വാടകയിൽ പുതിയ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുവാൻ നഗരസഭ തയ്യാറാവുകയാണെങ്കിൽ അവർ വ്യാപാരികൾ മാറാൻ തയ്യാറാണെന്നും അതിന് അനുകൂലമായ നിലപാടാണ് നഗരസഭ എടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭ പറയുന്നത് വ്യാപാരികൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്നാണ് നഗരസഭയുടെ ഭാഷ്യം. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വ്യാപാരികൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറുമ്പോൾ ഭീമമായ തുക വാടക കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ കച്ചവടമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത്രയും ഭീമമായ തുക വാടക ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല. കാരണം അവർക്കും കൂടി ഉതകുന്ന രീതിയിലുള്ളൊരു വാടക നഗരസഭ നിശ്ചയിച്ചാൽ തീർച്ചയായും അവർ ആ പഴയ കോംപ്ലക്സിൽ നിന്ന് ഒഴിവായി പുതിയതിലേക്ക് മാറാൻ അവർ തയ്യാറാണെന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്ക് ഉതകുന്ന രീതിയിലുള്ള വാടക നിശ്ചയിച്ച് അവരെ മാറ്റി സ്ഥാപിച്ച് ഇത് പൊളിക്കാനുള്ള ഒരു നടപടിക്ക് നഗരസഭ പോകണമെന്നാണ് ഈ വിഷയത്തിൽ പറയുന്നത്.